Hello everyone, welcome back to Silent Learning. It's me Jamshad. ഇന്ന് ഈ ഒരു സിമ്പിൾ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് 10 ways to avoid laziness. നമ്മുടെ മടി ഒഴിവാക്കാനുള്ള 10 വഴികളാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കുകളാണ്. ഇത് നിങ്ങളുടെ ലൈഫിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ മടി പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ കഴിയും. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ 10 വഴികൾ എന്നത്. ഫസ്റ്റ് വൺ, യെസ്, നമുക്കൊരു ഗോള്, ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോള് സെറ്റ് ചെയ്യണം. ഫസ്റ്റ് വൺ അതാണ്, നമ്മൾ എന്തിനാണ് ഓരോ കാര്യവും ചെയ്യുന്നത് എന്നുള്ളതിനൊരു ഗോൾ ഉണ്ടായിരിക്കണം. ആക്ച്വലി ഡിഫൈൻ വാട്ട് യു വാണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. പറ്റുകയാണെങ്കിൽ അതൊന്ന് എഴുതി വെക്കണം. ടു അച്ചീവ്, നിങ്ങൾക്ക് എന്താണ് നേടേണ്ടത്. ആൻഡ് ബ്രേക്ക് ഇറ്റ് ഡൗൺ ഇൻ ടു സ്മോൾ. എന്നിട്ട് ആ ഒരു വലിയ ലക്ഷ്യത്തെ ചെറുതാക്കി കൊണ്ടുവരിക. ആക്ച്വലി നിങ്ങൾക്ക് ഫുൾ A+ കിട്ടണം എന്നാണ് ലക്ഷ്യമെങ്കിൽ, അല്ലെങ്കിൽ ഉയർന്ന മാർക്ക് കിട്ടണം എന്നാണ് ലക്ഷ്യമെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു അതിന്റെ താഴെ അതിന്റെ ആക്ച്വലി യൂണിറ്റ് ടെസ്റ്റുകളിൽ നിങ്ങൾക്ക് ഉയർന്ന മാർക്ക് കിട്ടണം എന്നുള്ള ആ ഒരു ലെവലിലേക്ക്, അതായത് ചെറിയ ലക്ഷ്യങ്ങൾ താണ്ടിയിട്ട് വലിയ ലക്ഷ്യങ്ങളിലേക്ക് പോവുക. ആൻഡ് മാനേജബിൾ ടാസ്ക് ആക്കിയ, വലിയ ടാസ്ക് ആയിരിക്കും, വലിയ ഗോൾ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഭാവിയിൽ ഒരു ഡോക്ടർ ആവണം. അപ്പോൾ അതിന് ആദ്യം എന്ത് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ചെറിയ എയിമുകൾ സെറ്റ് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്യുക. യെസ്, നിങ്ങളുടെ ഗോളുകൾ നിങ്ങൾ എന്താക്കുക, ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ സെറ്റ് ആക്കി വെക്കുക. സെക്കൻഡ് വൺ, ആക്ച്വലി ക്രിയേറ്റ് എ സ്കെഡ്യൂൾ. നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു സ്കെഡ്യൂൾ ഉണ്ടായിരിക്കണം. ഈവൻ നമ്മൾ ഓരോ ദിവസവും ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്ക് വലിയ സഹായകമായിരിക്കും. നിങ്ങൾക്ക് ഒരു കോട്ട് ഉണ്ട്, നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹാഫ് ഡൺ എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ അത് ഏകദേശം പകുതി തീരുമാനം. കാരണം നമുക്കൊരു മൈൻഡിൽ ഇങ്ങനെ വരും, ഓക്കെ, പ്ലാൻ യുവർ ഡേ ഓർ വീക്ക്. ഒരു വീക്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ദിവസം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ എന്താക്കുക, പ്ലാൻ ചെയ്ത് വെക്കുക. ആൻഡ് സ്റ്റിക്ക് ടു എ റുട്ടീൻ. അതൊരു റുട്ടീനാക്കി, അതൊരു ശീലമാക്കിക്കൊണ്ട്, ഒരു ഹാബിറ്റ് ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ഉപകാരമായിരിക്കും. ഒരു കാര്യം നിങ്ങൾ ഒഴിവായി പോവുകയില്ല, മിസ്സായി പോവുകയില്ല. തേർഡ് വൺ കണ്ടോ, എലിമിനേറ്റ് ഡിസ്ട്രാക്ഷൻ. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നമുക്ക് ധാരാളം ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരിക്കും. മൊബൈൽ ആണെങ്കിൽ, മൊബൈൽ തന്നെ നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ധാരാളം യൂസ്ഫുൾ ആണ്. പക്ഷെ അതിന്റെ ഇടയിൽ തന്നെ നമ്മൾ ചിലപ്പോൾ മൊബൈൽ എടുക്കുന്നത് ഒരു കാര്യത്തിനായിരിക്കും, പക്ഷെ എടുത്തപ്പോഴേക്കും മറ്റൊരു മെസ്സേജ് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഡിസ്ട്രാക്ഷൻ ആയിട്ട് പോയിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് വീഡിയോ തപ്പാൻ വേണ്ടി പോവുകയാണെങ്കിൽ, പക്ഷെ നമുക്ക് വരുന്ന സജഷൻസ് നമുക്ക് താല്പര്യമുള്ള, അല്ലെങ്കിൽ നമ്മൾ എന്റർടൈൻ ചെയ്യിക്കാൻ പറ്റുന്ന പലതായിരിക്കും. അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരിക്കും. ഐഡന്റിഫൈ വാട്ട് ഡിസ്ട്രാക്ട് യു. നിങ്ങളെ എന്താണ് ഡിസ്ട്രാക്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടെത്തുക. ആൻഡ് ഫൈൻഡ് വേ ടു മിനിമൈസ്. അത് ഒഴിവാക്കാൻ, ഓർ റിമൂവ് ദീസ് ഡിസ്ട്രാക്ഷൻ. അത് ഒഴിവാക്കാനുള്ള വഴികൾ, അത് മിനിമൈസ് ചെയ്യാനുള്ള വഴികൾ നിങ്ങൾ കണ്ടെത്തുക. ഡെഫിനറ്റ്ലി നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻ ടൈം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ആപ്പാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാകും. ദെൻ യു ക്യാൻ ഡിസൈഡ് വാട്ട് യു ഹാവ് ടു ഡു. ആൻഡ് ഫോർത്ത് വൺ, പ്രയോറിറ്റൈസ് ടാസ്ക്. ഡെഫിനറ്റ്ലി നമ്മൾ നേരത്തെ ഈ ഒരു ടാസ്കിൽ പറഞ്ഞത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ളത് എന്നുള്ള ഒരു സ്കെഡ്യൂൾ ഉണ്ടായിരിക്കും. അതിൽ തന്നെ നിങ്ങൾ പ്രയോറിറ്റി വരുത്തണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഏതാണെന്ന് ഫസ്റ്റ് നിങ്ങൾ എഴുതണം, അല്ലെങ്കിൽ അതിൽ നമ്പർ ഇട്ട് വെക്കണം. ഫോക്കസ് ഓൺ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് അതിനെന്ത് വെക്കുക, അതിന് ഫോക്കസ് കൊടുക്കുക. ഫസ്റ്റ് ടു എൻഷുർ ദേ ഗെറ്റ് ഡൺ. എന്നിട്ട് അത് ശരിയായിട്ടുണ്ട്, അത് ക്ലിയർ ആയതിനു ശേഷം അടുത്തതിലേക്ക് കടക്കുക. അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കൺഫേം വരുത്തുക. ആൻഡ് ഫിഫ്ത്ത് വൺ, ടേക്ക് എ ബ്രേക്ക്. എപ്പോഴും ഇങ്ങനെ പണിയെടുത്താൽ മതിയോ? ഇല്ല, ഇടയ്ക്കൊരു ബ്രേക്ക് വേണം. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, ഇടയ്ക്കൊരു ബ്രേക്ക് വേണം. ഷോർട്ട് ബ്രേക്സ്. എന്താണ് ഷോർട്ട് ബ്രേക്സ്? ആ ബ്രേക്സ് വലുതും പഠനം ചെറുതായി പോരുത്. ഷോർട്ട് ബ്രേക്സ് ക്യാൻ റിഫ്രഷ് യുവർ മൈൻഡ് ആൻഡ് ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി. നമ്മുടെ പഠനത്തിനുള്ള ഒരു പ്രൊഡക്ടിവിറ്റി, അല്ലെങ്കിൽ നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രൊഡക്ടിവിറ്റി നമുക്ക് എന്താക്കും, ഇടയ്ക്കൊരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെയുള്ള ഒരു റിലാക്സേഷൻ നമുക്ക് തരുന്നതായിരിക്കും. സോ ബ്രേക്ക് ടൈം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ ഷോർട്ട് ബ്രേക്ക് ആയിരിക്കണം. ആൻഡ് 6 വൺ, എക്സസൈസ് റെഗുലർലി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എക്സസൈസ് ചെയ്യണം. ആക്ച്വലി ഡെയിലി അതിനൊരു സ്കെഡ്യൂൾ, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ടൈം നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുക. വൈകുന്നേരം 6 മണിക്കോ അല്ലെങ്കിൽ 5 മണിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയം, അല്ലെങ്കിൽ മോർണിംഗിലോ ഒരു സമയം ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ചുമ്മാ എക്സസൈസ് ചെയ്താൽ മതി. സിമ്പിളായിട്ട് നമ്മൾ യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ മതി, സിമ്പിൾ എക്സസൈസ് എന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ധാരാളം എക്സസൈസിന്റെ വീഡിയോസ് കിട്ടും. ചുമ്മാ യോഗ ടൈപ്പ്, അതായത് കുറെ ആക്ടിവിറ്റീസ്, കുറെ ഡംബൽ പോലത്തെ എന്തെങ്കിലും സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ വേണമെന്നില്ല. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ ഉണ്ടാകും. അത് കണ്ടെത്തുക, എന്നിട്ട് എന്താക്കുക, സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക. നമ്മൾ ഹെൽത്തി ആയിരിക്കും. ഫിസിക്കൽ ആക്ടിവിറ്റി ബൂസ്റ്റ് എനർജി ലെവൽ. നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്താൽ നമ്മളെ ആക്ടിവിറ്റി എന്താക്കും, നമ്മുടെ എനർജി ലെവൽ എന്താക്കും, ബൂസ്റ്റ് ചെയ്യും. ആൻഡ് ഇംപ്രൂവ്സ് മെന്റൽ ഫോക്കസ്. അത് ഇവിടെ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടേക്ക് എന്തായിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് 7th വൺ, അത് ഒരു കാര്യം വിട്ടുപോയി, ഇതുപോലത്തെ ധാരാളം വീഡിയോസ് നമ്മുടെ ചാനൽ വരുന്നതാണ്. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. നെക്സ്റ്റ് വൺ 7th വൺ, സ്റ്റേ ഹൈഡ്രേറ്റഡ്. വെള്ളം കുടിക്കണം, നന്നായിട്ട് വെള്ളം കുടിക്കണം. പ്രത്യേകിച്ച് മഴക്കാലമാണെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കാൻ മറന്നു പോകും, ബിക്കോസ് ദാഹം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുക. വേനൽക്കാലം ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വെള്ളം കുടിച്ചോളും. എന്നാലും ചിലപ്പോൾ AC-ലൊക്കെ ആണെങ്കിൽ വെള്ളം കുടിക്കാൻ മറന്നു പോകും. ധാരാളം വെള്ളം കുടിക്കുക. ആൻഡ് ഈറ്റ് ഹെൽത്തി.
നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. യെസ്, ജങ്ക് ഫുഡുകൾ പാടെ ഒഴിവാക്കണം ഞാൻ പറയില്ല, കാരണം അത് ക്രേവിങ്സ് ഉണ്ടാക്കും. പക്ഷേ അത് കഴിക്കുന്നത് മെയിനായിട്ട് നമ്മൾ എന്തായിരിക്കണം, ഹെൽത്തി ഫുഡ്സ് ആയിരിക്കണം. ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ വെജിറ്റബിൾസ്, അല്ലെങ്കിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഡിഷസുകൾ ഉണ്ടാക്കുക. ആ ഒരു രീതിയിൽ സ്കെഡ്യൂൾ ചെയ്യുക. കംപ്ലീറ്റ് നമ്മൾ ഈ ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക എന്ന് പറയുന്നത് നമുക്ക് കഴിയില്ല, പക്ഷേ പിന്നെ മാക്സിമം ഒഴിവാക്കുക. ഓക്കെ, വൺസ് ഇൻ എ വീക്ക് ആ ഒരു ലെവലൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ. പ്രോപ്പർ ന്യൂട്രീഷൻ ആൻഡ് ഹൈഡ്രേഷൻ ആർ എസെൻഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് എനർജി. നമ്മുടെ എനർജി കിട്ടണമെങ്കിൽ നമുക്ക് ന്യൂട്രീഷൻസ് വേണം, അതുപോലെ തന്നെ ഹൈഡ്രേഷൻ ആവണം. ആക്ച്വലി നമ്മൾ ഹൈഡ്രേറ്റ് ആയിരിക്കണം ഫുൾ സമയത്തും. സോ വെള്ളം ധാരാളം കുടിക്കുക. അതെന്താകും, പിന്നെ യൂറിൻ ധാരാളം പാസ് ചെയ്ത് പോകുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കിഡ്നിക്കൊക്കെ വളരെ വളരെ യൂസ്ഫുൾ ആണ്, സെറ്റാണ്. യെസ്, ആൻഡ് 8th one കണ്ടോളൂ, ഫൈൻ മോട്ടിവേഷൻ. നിങ്ങൾക്ക് ഏതൊരു കാര്യം ചെയ്യുന്നതിനും ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കും അല്ലേ? നമ്മൾ നന്നായി പഠിക്കുന്നതിനൊരു മോട്ടിവേഷൻ ഉണ്ടാവും. എനിക്ക് ഭാവിയിൽ ഒരു എന്താക്കണം, നല്ലൊരു ജോലി കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് നമ്മുടെ സൊസൈറ്റിയെ സെർവ് ചെയ്യണം. അങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങളുടെ മോട്ടിവേഷൻ എന്താണെന്ന് കണ്ടത്. ചിലപ്പോൾ മിക്ക ആൾക്കാർക്ക് മോട്ടിവേഷൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. സോ ഫൈൻഡ് മോട്ടിവേഷൻ. ആ മോട്ടിവേഷൻ എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനുവേണ്ടി പഠിക്കുകയാണെങ്കിൽ, ആ ഒരു ലക്ഷ്യം മൈൻഡിൽ വെച്ചുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ അത് തമ്മിൽ ഡിഫറൻറ്റ് ഉണ്ടായിരിക്കും. ചുമ്മാ മാർക്ക് വാങ്ങാൻ വേണ്ടി പഠിക്കുക എന്നതിലുപരി നിങ്ങൾക്കൊരു വലിയൊരു മോട്ടിവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വീട്ടിൽ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ, പിന്നെ എന്തില്ല, അവർക്ക് വലിയ വരുമാനങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഇവൻ വലുതായി പഠിച്ചിട്ട് വേണം എന്തൊക്കെ ഉണ്ടാക്കാൻ, ആ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ, അല്ലെങ്കിൽ ആ വീട്ടിൻ്റെ ഒരു പുരോഗതി വേണമെങ്കിൽ അവൻ വേണം. സോ അവൻ വലിയൊരു മോട്ടിവേഷനാണ്, തൻ്റെ വീട് തൻ്റെ തോളിലാണ് അല്ലെങ്കിൽ ഷോൾഡറിലാണ് എന്നുള്ളൊരു വലിയൊരു മോട്ടിവേഷൻ ഉണ്ട് തുടങ്ങിയിട്ട്. അത് ഒരു സിമ്പിൾ ഒരു മോട്ടിവേഷൻ. അതുപോലെ നിങ്ങളുടെ മുന്നിലും ധാരാളം മോട്ടിവേഷൻ ഉണ്ട്. സൊസൈറ്റിയിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഐ ക്യാൻ ഇറാഡിക്കേറ്റ് ദോസ് പ്രോബ്ലംസ് എന്നുള്ള ഒരു മോട്ടിവേഷൻ ചുമ്മാ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിരിക്കും. ഐഡന്റിഫൈ വാട്ട് മോട്ടിവേറ്റ്സ് യു ആൻഡ് യൂസ് ഇറ്റ് ടു സ്റ്റേ ഫോക്കസ്ഡ് ഓൺ. നിങ്ങളുടെ മോട്ടിവേഷൻ കണ്ടെത്തുക. അത് നിങ്ങൾക്ക് ഫോക്കസ് ആവാൻ സഹായിക്കും. ഓൺ യുവർ ഗോൾസ്, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കും. യെസ്, ഫൈൻഡ് യുവർ മോട്ടിവേഷൻ. ആൻഡ് 9th one കണ്ടോളൂ, സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് ഇൻഫ്ലുവൻസ്. വളരെ ഇമ്പോർട്ടൻറ്റ്. യെസ്, ഇത് എല്ലാത്തിനേക്കാളും ഒരു ഇമ്പോർട്ടൻറ്റ്, ഇതുവരെ പറഞ്ഞതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് കൂടി വരികയാണ്. യെസ്, അതായത് നിങ്ങളുടെ ചുറ്റും പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ധാരാളം ഉണ്ടായിരിക്കണം. എപ്പോഴും നെഗറ്റീവ് അടിക്കുന്ന അങ്ങനത്തെ ആ ഒരു ടൈപ്പ് ഓഫ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി ഉണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കില്ല, ആ ഒരു ഇമ്പ്രൂവ് കിട്ടില്ല. സോ നമുക്ക് നമ്മുടെ ചുറ്റും പോസിറ്റീവ് മാത്രം പറയാമെന്നല്ല, പോസിറ്റീവ് ഇൻഫ്ലുവൻസസ്, അതായത് ചിലപ്പോൾ നമ്മളെ നെഗറ്റീവ് കാര്യങ്ങൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു തരണം, അതും പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആണ്. സോ അങ്ങനെ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് വെറുതെ ചുമ്മാ നമ്മളെ പൊക്കി പറയുന്നതല്ല, നമ്മളുടെ എക്സാക്റ്റ് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന, ഇത് ഇന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും, നിങ്ങൾ ചെയ്ത കാര്യം അടിപൊളിയാണ്, സെറ്റാണ് എന്ന് പറയുന്ന നമ്മുടെ യഥാർത്ഥ ഫ്രണ്ട്സിനെ നമ്മൾ കൂടെ നിർത്തുക. നമ്മളെ സറൗണ്ടിങ്സ് നമ്മൾ ചിന്തിക്കുക, നമ്മൾ ശ്രദ്ധിക്കുക. യെസ്, ബാഡ് ഹാബിറ്റ്സ് ഉള്ള ഫ്രണ്ട്സിനൊക്കെ നമ്മൾ എന്താക്കുക, മാക്സിമം ഒഴിവാക്കുക. ദാറ്റ് വുഡ് ബി ഗ്രേറ്റ് ഫോർ യുവർ upcoming goals. Okay, being around motivated and positive people, നല്ല മോട്ടിവേറ്റഡ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ജനങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ചുറ്റും ഉണ്ടെങ്കിൽ, can inspire you to be more productive. നിങ്ങൾ കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആയിരിക്കും, നിങ്ങൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാൻ കഴിയും, നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ കാര്യങ്ങളെ കുറച്ചുകൂടി എന്തായിരിക്കും, നിങ്ങൾ താല്പര്യത്തോടു കൂടി ചെയ്യുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കും. സോ സപ്പോർട്ട് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. സോ 9th one and last and final, I can say this is the most important. പറയാൻ പോകുന്നതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ സ്റ്റെപ്പ് കൂടി വരികയാണ്. ഇതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പറയാൻ പറ്റും. യെസ്, ദിസ് വൺ, റിവാർഡ് യുവർ സെൽഫ്. വി ഹാവ് ടു ആക്സെപ്റ്റ് അവർ സെൽഫ്. നമ്മളെ തന്നെ അംഗീകരിക്കും. നമ്മൾ എന്ത് ചെയ്തിട്ടും, ആര് സപ്പോർട്ട് ചെയ്തിട്ടും നമ്മൾ എനിക്ക് ഇത്ര ഗ്ലാമർ ഉള്ളൂ, എനിക്ക് കുറച്ചുകൂടി ഗ്ലാമർ ഉണ്ടാവാമായിരുന്നു, അല്ലെങ്കിൽ ഞാനത് കുറച്ചുകൂടി ഉഷാറാക്കാമായിരുന്നു എന്നുള്ള തോട്ട് എന്തായാലും ഉണ്ടാവും. പക്ഷേ എന്താണോ നമ്മൾ ചെയ്തിട്ടുള്ളത്, എന്താണോ നമ്മൾ നേടിയിട്ടുള്ളത്, അതിൽ നമ്മൾ സംതൃപ്തരായിരിക്കണം. ഓക്കെ, അത് നെക്സ്റ്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെപ്പറ്റി അനലൈസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നാലും വി ഹാവ് ടു റിവാർഡ് അവർ സെൽഫ്. ഞാനത് ചെയ്തല്ലോ, അതെങ്കിലും ചെയ്തല്ലോ എന്നുള്ള ഒരു എന്താ പറയുക, സെൽഫ് ലവ് സംഭവം ഉണ്ടായിരിക്കണം. ഗിവ് യുവർ സെൽഫ് സ്മോൾ റിവാർഡ്സ് ഫോർ കംപ്ലീറ്റിംഗ് ടാസ്ക്. കുഞ്ഞു ടാസ്കുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, വലിയ ഗോൾസിനൊക്കെ ചെറിയ ടാസ്കുകളായി, ചെറിയ ഗോളുകളായിട്ട് സെറ്റ് ചെയ്യണം. ആ ടാസ്കുകളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വയം ഒരു റിവാർഡ് ചെയ്യണം. ഐ അച്ചീവ്ഡ് ദാറ്റ് എന്നുള്ളൊരു റിവാർഡ് നിങ്ങൾക്ക് തന്നെ കൊടുക്കണം. ടു സ്റ്റേ മോട്ടിവേറ്റഡ്, നിങ്ങൾ മോട്ടിവേറ്റഡ് ആകാൻ വേണ്ടിയിട്ട് അങ്ങനെ എഴുതി വെക്കുക, ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മടിയിൽ നിന്ന് ഒരു വിധം ഒരു 99% നിങ്ങൾ ഒഴിവായിരിക്കും. ഐ ക്യാൻ സേ 100% നിങ്ങൾ ഒഴിവായിരിക്കും. ആ മടി എന്ന സംഭവം നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. ഇതുപോലെ നിങ്ങൾക്ക് ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടായിരിക്കും. അത് ജസ്റ്റ് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഇറ്റ്സ് മീ ജംഷാദ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. താങ്ക് യു.